മഹേശ്വരി അമ്മേ! അവൻ്റെ ശബ്ദം കേട്ട് അകത്തുനിന്നും ഒരു പെൺകുട്ടി ഓടിയെത്തി. പുറത്തു നിൽക്കുന്ന പാർത്ഥൻ്റെ കൂടെ സുന്ദരിയായൊരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടതും വന്നവൾ അതേ സ്പീഡിൽ തിരികെ പാഞ്ഞു. അപ്പച്ചി, ദേ സച്ചിയേട്ടൻ ഒരു സുന്ദരി പെൺകുട്ടിയെ കൂട്ടി വന്നേക്കുന്നു. പോകുന്ന പോക്കിൽ വിളിച്ചു പറയാനും അവൾ മറന്നില്ല. അവൾ താഴത്തെ നിലയിലുള്ള വലതുവശത്തെ റൂമിൽ പാഞ്ഞു കയറി. അമ്മേ, അച്ഛാ, ദേ സച്ചിയേട്ടൻ ഒരു പെൺകുട്ടിയെ കൂട്ടി വന്നിരിക്കുന്നു. അവരുടെ മുഖം ചുളിഞ്ഞു. പെൺകുട്ടിയോ? അതും സച്ചിയുടെ കൂടെ? ദേവേട്ടാ, വാ, ആരാ നോക്കാം. ഇത് പാർത്ഥിപൻ എന്ന സച്ചിയുടെ രണ്ടാമത്തെ അമ്മാവൻ, ദേവദേവൻ. ഭാര്യ ആര്യാദേവി, മകൾ ദേവികാദേവൻ എന്ന ദേവു. ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. ആളൊരു നർത്തകിയാണ്. ഒരു മകൻ കൂടിയുണ്ട്, ദക്ഷിത് ദേവ് എന്ന ദത്ത്. ആള് മംഗലത്ത് ജുവലേഴ്സ് നോക്കി നടത്തുന്നു. ദേവു വിളംബരം ചെയ്തത് കേട്ട് അടുക്കളയിലായിരുന്ന മഹേശ്വരി അന്തർജനം ഉമ്മറത്തേക്ക് ഓടിപ്പാഞ്ഞെത്തി. മുറ്റത്ത് നിൽക്കുന്ന മകനെ നോക്കിക്കൊണ്ട് അവർ അവനൊപ്പം നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. കൂടെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്കും നെറുകയിലെ ചുവപ്പ് രാശിയിലേക്കും മിഴികൾ നീട്ടി. ഉള്ളൊന്നു വിറച്ചെങ്കിലും അത് പുറത്തു കാട്ടാതെ അവർ അവനെ നോക്കി ചിരിച്ചു. പക്ഷേ അത് വിജയിച്ചില്ല. കണ്ണാ, അവരുടെ മാത്രം കണ്ണനാണവൻ. ഇതാരാ മോനെ? അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എൻ്റെ താലിയും പേറി ഞാൻ ചാർത്തിയ സിന്ദൂരവും അണിഞ്ഞ് എൻ്റെ ഒപ്പം നിൽക്കുന്നത് എൻ്റെ ഭാര്യയല്ലാതെ വേറെ ആരാണ് മഹേശ്വരി അമ്മേ? അവൻ്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് തറഞ്ഞു നിന്നുപോയവർ. ആ വെളിപ്പെടുത്തൽ കേട്ടുകൊണ്ടാണ് ദേവനും ഭാര്യ ഉമയും ദേവും അവിടേക്ക് വന്നത്. സച്ചി, എന്തൊക്കെയാ നീ പറയുന്നേ? സച്ചി, എന്തൊക്കെയാ നീ പറയുന്നേ? ഈ കുട്ടി നിന്റെ ഭാര്യയാണെന്നോ? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അയാൾ ചോദിച്ചു. നിങ്ങൾക്ക് കേൾവിക്ക് തകരാറൊന്നുമില്ലെന്നാണ് എൻ്റെ അറിവ്, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. അയാൾ വിളറി വെളുത്തു നിന്നു. ദേവു അവിടെ നിന്നുകൊണ്ട് പാർവണയെ സ്കാൻ ചെയ്യുന്നുണ്ട്. തരക്കേടില്ല. ദേവൂട്ടി, കുശുമ്പ് വേണ്ടാട്ടോ, ആള് സുന്ദരി തന്നെ, അവൾ മനസ്സിനോട് മന്ത്രിച്ചു. എവിടെ? ഇനിയും ആളുകൾ ഹാജരാകാനുണ്ടല്ലോ. മൂത്ത അമ്മാവനായ മഹാദേവനെയും ഫാമിലിയും ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മഹാദേവൻ, ഭാര്യ ഉമാമഹേശ്വരി, 2 മക്കൾ, ഐശ്വര്യലക്ഷ്മി എന്ന ലച്ചു, ലക്ഷ്മൺ ദേവ് എന്ന ദേവൻ. മംഗലത്ത് വക എക്സ്പോർട്ട് ബിസിനസ്സിംഗ് നടത്തുന്നു. ഇപ്പോൾ ആൾ ബിസിനസ് ടൂറിലാണ്. അവരാരും ഇവിടെ ഇല്ല സച്ചിയേട്ടാ, ദേവു പെട്ടെന്ന് പറഞ്ഞു. അവളുമില്ലേ, ലച്ചു? അവൻ വല്ലാത്തൊരു ഭാവത്തിൽ ചോദിച്ചു. ഇല്ല, ലച്ചുവേച്ചി ഫ്രണ്ട്സിനൊപ്പം പുറത്തുപോയി. എന്നാ പിന്നെ നീ പോയി ആരതിത്തട്ട് എടുത്തിട്ട് വാ ദേവു. അവൻ്റെ ആ വാക്കുകൾ മഹേശ്വരി അമ്മയെ ഞെട്ടിച്ചു. ദേവു കണ്ണ് തള്ളി അവനെ നോക്കി. പറഞ്ഞത് കേട്ടില്ലേ നീ? വേഗം പോയി എടുത്തിട്ട് വാ, വീട്ടിൽ കയറാനുള്ള സമയം കഴിയാറായി. അവൻ്റെ ഉറച്ച ശബ്ദം കേട്ടതും ദേവു എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. മഹേശ്വരി അമ്മ ശില പോലെ നിന്നു. ദേവു തട്ടവുമായി വന്നതും അവൻ അവരെ നോക്കി. ഹലോ മിസ്സിസ് പാർത്ഥസാരഥി, നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തോളൂ. കണ്ണാ, അവരുടെ സ്വരം ഇടറിപ്പോയി. അവൻ പുച്ഛത്തോടൊന്ന് ചിരിച്ചു. അഭിനയം അതൊരുപാട് കണ്ടതാ ഞാൻ. ഇനിയും അത് വേണ്ട. നിങ്ങൾക്ക് ഇതിനു പോലും അവകാശമില്ല. പിന്നെ ഇത് എൻ്റെ ഔദാര്യമാണെന്ന് കൂട്ടിക്കോ. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ദേവു അറിയാതെ തട്ടം അവർക്ക് നേരെ നീട്ടി. അവർ അത് വാങ്ങി നെഞ്ചു വിങ്ങുന്ന വേദനയോടെ. ലച്ചു, അവളിതറിഞ്ഞ? അവരുടെ ശരീരം വിറച്ചു. അവർ മുഖം കുനിച്ചു നിൽക്കുന്ന ആ പാവം പെൺകുട്ടിയെ നോക്കി. ഈശ്വരാ, ഇതിൻ്റെ ഗതി എന്താവോ? അവർ മെല്ലെ മുന്നോട്ട് വന്നു. അവർ ഇരുവരെയും നോക്കി. അവൻ അവളെ അല്പം ചേർത്ത് നിർത്തി. അവൻ്റെ കൈ ഷോൾഡറിൽ പതിഞ്ഞതും അവളൊന്ന് വിറച്ചു. പാർവണ കണ്ണു പൂട്ടി നിന്നു. അവൻ്റെ ശരീരച്ചൂട് അവളിലേറ്റു. മഹേശ്വരി അമ്മയുടെ കയ്യിൽ
ആരതിത്തട്ട് വിറയ്ക്കുന്നുണ്ട്. ദേവു അവരെയും പാർവണയും മാറി മാറി നോക്കുന്നു. ദേവൻ വിളറി വെളുത്തു നിൽക്കുന്നു. ഉമ ചുണ്ട് കടിച്ചു പിടിക്കുന്നുണ്ട്. കണ്ണാ, ഇത് വേണ്ട മോനെ, അവർ മെല്ലെ പറഞ്ഞു. പാർത്ഥൻ അവരെ നോക്കി ചിരിച്ചു. അവനിൽ പുച്ഛം മാത്രം. ഇവൾ എൻ്റെ ഭാര്യയാണ്, ഇന്നു മുതൽ ഈ തറവാട്ടിലെ മരുമകൾ. ദേവു പെട്ടെന്ന് മുന്നോട്ട് വന്നു. സച്ചേട്ടാ, ഇവളുടെ പേരെന്താ? ഇവൾ ആരുടെ മോളാ? ഇവളുടെ അച്ഛനും അമ്മ എവിടെ? കല്യാണം എപ്പോൾ നടന്നു? ഞങ്ങളോട് പറയാതെ എന്താ ഇവളെ കല്യാണം കഴിച്ചത്? പാർത്ഥൻ ദേവുവിനെ നോക്കി. അവൻ്റെ നോട്ടത്തിൽ ദേഷ്യമുണ്ടായിരുന്നു. ദേവു, നീ അതിര് കടക്കുന്നു. എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ നീ ആരാ? അവൻ ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ദേവു ഒന്ന് പതറി. പക്ഷെ കണ്ണിൽ നിന്ന് കുശുമ്പുമായുന്നില്ല. അവൾ പാർവണയെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി. മെലിഞ്ഞ ശരീരം, അവിടെ സാരിയല്ല, ചുരിദാർ. മുഖത്ത് പേടിയുണ്ട്. പക്ഷേ ആ കണ്ണുകൾക്ക് ഒരു കാന്തികതയുണ്ട്. പാർവണ തല കുനിച്ചു നിന്നു. അവളുടെ കാലുകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ട്. മഹേശ്വരി അമ്മയുടെ കണ്ണ് നിറഞ്ഞു. മോനെ, അവൾക്കൊരു വാക്ക് ചോദിക്കാൻ പാടില്ലേ? ഇവൾ ആരാണെന്ന് ഞങ്ങൾക്കറിയണ്ടേ? അവർ പതിയെ ചോദിച്ചു. പാർത്ഥൻ മറുപടി പറഞ്ഞില്ല. അവൻ പാർവണയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. അകത്തേക്ക് നടന്നു. പാർവണ അവൻ്റെ പിന്നാലെ നടന്നു. കാലുയർത്താൻ പോലും അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. ഹാളിലേക്ക് കയറിയതും വലിയ ലൈറ്റുകൾ, മാർബിൾ തറ, ചുവരിൽ പഴയ ഫോട്ടോകൾ. പാർവണ ചുറ്റും നോക്കി. അവളുടെ നെഞ്ചു പിടച്ചു. ദേവു പിന്നാലെ ഓടി വന്നു. സച്ചേട്ടാ, ഞാൻ ആരതി ഒഴിയാം. ആദ്യമായിട്ട് വീട്ടിൽ കയറുമ്പോൾ അത് നിർബന്ധമാണ്. അവൾ തട്ടുയർത്തിപ്പിടിച്ചു. പാർത്ഥൻ നിന്നു പാർവണയെ തിരിച്ചു നിർത്തി. ദേവു തട്ട് കാണിച്ചൊഴിഞ്ഞു. പാർവണ കുനിഞ്ഞ് നാളം തൊട്ട് തൊഴുത് കണ്ണിൽ വച്ചു. അവളുടെ കൈ വിറച്ചു. തട്ട് താഴെ വച്ചതും പാർത്ഥൻ ദേവനെ നോക്കി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും പോകാം. ദേവൻ ദേഷ്യത്തോട് അവനെ നോക്കി. സച്ചി, നീ ഞങ്ങളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? 10 വർഷത്തോളം നീ വീട്ടിൽ നിന്ന് മാറി നിന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കൂട്ടി വന്ന് നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇനി നീ ഞങ്ങളെ പുറത്താക്കുവാണോ? പാർത്ഥൻ തിരിഞ്ഞു നോക്കി. അമ്മാവ, നിങ്ങളെ ആരും പുറത്താക്കുന്നില്ല. പക്ഷെ എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. അതെനിക്കിഷ്ടമല്ല. അവൾക്കെന്ത് വേണമെന്ന് ഞാൻ നോക്കിക്കോളാം. അതിനായി ഇവിടെ ആരും ബുദ്ധിമുട്ടണ്ട. ഉമ്മ മുന്നോട്ട് വന്നു. മോനെ, അവൾക്കൊരു വാക്കുപോലും പറയാൻ പറ്റുന്നില്ലല്ലോ. അവൾക്ക് പേടിയാണോ? നിന്റെ നിർബന്ധപ്രകാരമാണോ അവൾ നിന്റെ ഒപ്പം വന്നത്? പാർത്ഥൻ്റെ മുഖം ചുവന്നു. അമ്മായി, നിങ്ങൾ നിർത്ത്. അവൾ എൻ്റെ ഇഷ്ടത്തിന് വന്നതാണ്. ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. അല്ലാതെ ഒരു നിർബന്ധവും ഇല്ല. അവൻ പാർവണയെ നോക്കി. അവൾ തല കുനിച്ച് നിൽക്കുന്നു. മഹേശ്വരി അമ്മ മുന്നോട്ട് വന്ന് പാർവണയുടെ കവളിൽ തൊട്ടു. മോളെ, നീ കരയുവാണോ? പാർത്ഥൻ പെട്ടെന്ന് അവരുടെ കൈ തട്ടിമാറ്റി. നിങ്ങൾ അവളെ തുടരുത്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. മഹേശ്വരി അമ്മ ഞെട്ടി. പാർവണയും ഞെട്ടി. ഹാളിൽ നിശബ്ദത പരന്നു. ദേവു ചിരിച്ചു. അയ്യോ അപ്പച്ചി, സച്ചിയേട്ടന് പൊസസീവാണ്. ഏട്ടൻ കടുത്ത പ്രണയത്തിലാണ്. ഭാര്യയെ ആരും തുടരുതത്രേ, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. പാർത്ഥൻ അവളെ നോക്കി. ദേവു, നിന്റെ വായടയ്ക്ക്, ഇല്ലെങ്കിൽ താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവൻ പാർവണയും കൊണ്ട് മുകളിലേക്ക് നടന്നു. സ്റ്റെയർകേസ് കയറുമ്പോൾ പാർവണയുടെ കാലുകൾ തളർന്നു. പാർത്ഥൻ അവളെ തിരിഞ്ഞു നോക്കി. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ? അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. പാർവണ ഇല്ലെന്ന് തലയാട്ടി. പാർത്ഥൻ പതിഞ്ഞ ശബ്ദത്തിൽ ദേഷ്യപ്പെട്ടു. പിന്നെ എന്തിനാ എല്ലാം സമ്മതിച്ചത്? അവൻ അവളുടെ കൈ മുറുകെ പിടിച്ചു. പാർവണ വേദന കൊണ്ട് മുഖം ചൊളിച്ചു. അവൻ അത് കണ്ടു പെട്ടെന്ന് അവളുടെ കയ്യിലെ പിടിവിട്ടു. നടക്ക് എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു. മുകളിൽ വലിയ കോറിഡോർ, ഇരുവശത്തും വലിയ മുറികൾ. പാർത്ഥൻ ഒരു മുറിയുടെ മുന്നിൽ നിന്നു. അവൻ വാതിൽ തുറന്നു. അകത്ത് വലിയ കട്ടിൽ, AC, സോഫ, വാർഡ്രോബ്, ബാൽക്കണി ഒക്കെയുള്ള നല്ല റൂം.
ഇത് നിന്റെ മുറിയാണ്, പാർത്ഥൻ പറഞ്ഞു. പാർവണ അകത്തേക്ക് കയറി ബാഗ് താഴെ വച്ചു. അപ്പോഴും അവളുടെ കാലുകൾ വിറയ്ക്കുന്നു. എൻ്റെ മുറി അപ്പുറത്താണ്, പാർത്ഥൻ ചൂണ്ടിക്കാണിച്ചു. വാതിലടച്ചിട്ടോളൂ, ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല, നീയും വരരുത്. കരാർ ഓർമ്മയുണ്ടല്ലോ? പാർവണ തലയാട്ടി. പെട്ടെന്ന് പറഞ്ഞു, ഉണ്ട് സർ. അവളുടെ ശബ്ദം ചെറുതായിരുന്നു. പാർത്ഥൻ അവളോട് ദേഷ്യപ്പെട്ടു. സാറല്ല, പുറത്തേട്ടൻ, വീട്ടിൽ പാർത്ഥൻ, മനസ്സിലായോ? പാർവണ വീണ്ടും തലയാട്ടി. പെട്ടെന്ന് വീണ്ടും ഓർത്തതുപോലെ പറഞ്ഞു, മനസ്സിലായി പാർത്ഥൻ. പാർത്ഥൻ ഒന്നും മിണ്ടാതെ വാതിലടച്ച് അപ്പുറത്തെ തൻ്റെ മുറിയിലേക്ക് പോയി. വാതിൽ വലിയ ശബ്ദത്തിൽ അടഞ്ഞു. പാർവണ കട്ടിലേക്ക് വീണുപോയി. അവളുടെ വിറയ്ക്കുന്ന കൈ താലിയിൽ പിടിച്ചു. അവളുടെ മടിയിലേക്ക് കണ്ണുനീർ വാർന്നു വീണു. അച്ഛാ, ഞാനിവിടെ എത്തി. പവിയുടെ ഓപ്പറേഷൻ ഇനി നടക്കും. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാം. പാറുവിൻ്റെ പഠിത്തം നടക്കും. പക്ഷേ എൻ്റെ ഹൃദയം എന്തിനാ അച്ഛാ ഇങ്ങനെ പിടയ്ക്കുന്നത്? അതേസമയം താഴെ ഹാളിൽ മഹേശ്വരി അമ്മ കരയുകയാണ്. ദേവൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഉമ്മ ആശങ്കപ്പെട്ടു നിൽക്കുന്നു. ദേവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു, ഈ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിക്കണം. സച്ചി എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? 10 വർഷമായി അവൻ ചിരിച്ചിട്ടില്ല. ഇന്നൊരു പെൺകുട്ടിയെ കൂട്ടി വന്ന് ഭാര്യയാണെന്ന് പറയുന്നു. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. അച്ഛാ, കള്ളമൊന്നുമില്ല. സച്ചിയേട്ടൻ ശരിക്കും ആ കുട്ടിയെ കല്യാണം കഴിച്ചതാ. താലി കണ്ടില്ലേ, സിന്ദൂരം കണ്ടില്ലേ? പക്ഷേ ആ പെൺകുട്ടി അതൊരു പാവമാണ്. അവൾക്ക് നമ്മളെ പേടിയാണ്. ദേവു അവളുടെ അഭിപ്രായം പറഞ്ഞു. അവളോട് നമ്മൾ മോശമായി പെരുമാറരുത്. അവൾ വീട്ടിലെ മരുമകളാണ്. ഉമ അവരെ നോക്കി പറഞ്ഞു. മഹേശ്വരി അമ്മ കരയുകയാണ്. ലച്ചു ഇതറിഞ്ഞാ എന്ത് ചെയ്യും? അവൾ സച്ചിയെ പ്രണയിക്കുന്നുണ്ട്. അവൾ വന്നാ എന്ത് സംഭവിക്കും? ദേവു ചിരിച്ചു. അപ്പച്ചി, ലച്ചുവേച്ചി വന്നിട്ട് നെഞ്ചത്തടിച്ച് കരയട്ടെ. അല്ല പിന്നെ, സച്ചിയേട്ടൻ അവളെ വേണ്ടെന്ന് അന്നേ പറഞ്ഞതാ. ഇപ്പം വേറെ കല്യാണവും കഴിച്ചു. പിന്നെന്താ? അവൾ അതും പറഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. മുകളിൽ പാർവണയുടെ മുറിയിൽ വാതിൽ മുട്ടുന്ന ശബ്ദം. പാർവണ പേടിച്ചു. ആരാ? വിറച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഏട്ടത്തിയമ്മേ, ഞാനാ, ദേവു. വാതിലൊന്ന് തുറക്കുവോ? പാർവണ പേടിയോടെ വാതിൽ മെല്ലെ തുറന്നു. ദേവു ചിരിച്ചുകൊണ്ട് നിന്നു, കയ്യിൽ ചൂട് പാലിൻ്റെ ഗ്ലാസ്. ഇത് കുടിക്കുക ഏട്ടത്തിയമ്മേ, യാത്രാക്ഷീണം ഉണ്ടല്ലോ. ദേവു അകത്തേക്ക് കയറി. പാർവണ വാതിലടച്ചു. ദേവു അവളെ ഒന്ന് നോക്കി. സുന്ദരിയാണല്ലോ ഏട്ടത്തിയമ്മേ. സച്ചേട്ടൻ ഭാഗ്യമുള്ള ആളാ. സച്ചേട്ടൻ്റെ സെലക്ഷൻ അട്ടിപ്പൊളി. പാർവണ പെട്ടെന്ന് തല കുനിച്ചു. ദേവു ഗ്ലാസ് നീട്ടി. കുടിക്ക്. പാർവണ വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. അതുപോലായിരുന്നു അവളുടെ വിറയൽ. ദേവു അവളുടെ അടുത്തേക്കിരുന്നു. ഏട്ടത്തിയമ്മേ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ശരിക്കും സച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ടോ? പാർവണ ഞെട്ടി. പാർവണയുടെ കണ്ണു നിറഞ്ഞു. അവൾ മറുപടി പറഞ്ഞില്ല. ദേവു അവളുടെ കൈ മുറുകെ പിടിച്ചു. കരയരുത് ഏട്ടത്തിയമ്മേ, ഞാൻ സഹായിക്കാം കേട്ടോ. സച്ചേട്ടൻ പുറമെ ഇത്തിരി കടുംപിടുത്തമുള്ള ആളാ, പക്ഷെ ഉള്ളുകൊണ്ട് വളരെ നല്ല ആളാണേ. പക്ഷേ ദേവു പാതിയിൽ നിർത്തി എണീറ്റു. ഏട്ടത്തിയമ്മേ, നിങ്ങൾക്കൊരു പേടിയും വേണ്ട. ഞാൻ കൂടെയുണ്ട് കേട്ടോ. നാളെ മുതൽ നമ്മൾ 2 പേരും കൂടി ഈ വീട് പൊളിച്ചടുക്കും. സച്ചേട്ടനെ നമുക്ക് നമ്മുടെ വഴിക്കാക്കാം. കൂൾ ബേബി. ദേവു അവളുടെ കവിളിൽ മെല്ലെ തട്ടി. അപ്പോഴാണ് പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടത്. തൊട്ടു പിന്നാലെ പാർത്ഥൻ്റെ ശബ്ദം. ദേവു, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ദേവു പേടിച്ചുപോയി. ഏട്ടത്തിയമ്മയ്ക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കാൻ വന്നതാ, അവൾ വിക്കി പറഞ്ഞുകൊണ്ട് ഗ്ലാസ് ഉയർത്തി കാണിച്ചു. പാർത്ഥൻ വാതിൽ തുറന്നു അകത്തേക്ക് നോക്കി. പാർവണ എണീറ്റ് നിന്നു തല കുനിച്ചു. പാർത്ഥൻ ദേവുവിനെ നോക്കി. നീ പുറത്തു പോ. എൻ്റെ ഭാര്യയുടെ റൂമിൽ നിന്റെ ആവശ്യമില്ല. ദേവു മുഖം വീർപ്പിച്ച് പിടിച്ച് ഇറങ്ങിപ്പോയി. പോകുമ്പോൾ പാർവണയെ നോക്കി കണ്ണ് ചിമ്മി. പാർത്ഥൻ അകത്തേക്ക് കയറി വാതിലടച്ചു. പാർവണയൊന്ന് വിറച്ചു. നീ അവളോട് എന്താ സംസാരിച്ചത്? പാർത്ഥൻ ചോദിച്ചു. പാർവണ തല കുനിച്ചു നിന്നു. ഒന്നുമില്ല പാർത്ഥൻ, അവൾ പതിയെ പറഞ്ഞു. പാർത്ഥൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി.
നിന്റെ കണ്ണ് ചുവന്നിരിക്കുന്നല്ലോ, നീ കരഞ്ഞോ? പാർവണ കണ്ണടച്ചു. ഇല്ല പാർത്ഥൻ. പാർത്ഥൻ കൈയെടുത്തു. കിടന്നുറങ്ങ്, നാളെ രാവിലെ 7 മണിക്ക് താഴെ വരണം. ഒരു പൂച്ചക്കുട്ടിയെ ഇരിക്കരുത്, ഓർമ്മയുണ്ടല്ലോ? പാർവണ തലയാട്ടി. പാർത്ഥൻ പോകാൻ തിരിഞ്ഞു. വാതിൽക്കൽ നിന്ന് അവളെ തിരിഞ്ഞു നോക്കി. ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? പാർവണ ഇല്ലം തലയാട്ടി. പാർത്ഥൻ ദേഷ്യപ്പെട്ടു. എന്താ കഴിക്കാത്തത്? എനിക്ക് വിശക്കുന്നില്ല, പാർവണ പറഞ്ഞു. പാർത്ഥൻ അവളെ നോക്കി നിന്നു. പിന്നൊന്നും പറയാതെ പോയി വാതിലടച്ചു. പാർവണ കട്ടിൽ കിടന്ന് കണ്ണുകൾ അടച്ചു പിടിച്ചു. ഉറക്കം വരുന്നില്ല. അപ്പുറത്തെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. പാർത്ഥനും ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പാർവണ മെല്ലെ കണ്ണടച്ചു. ഹൃദയം പറയുന്നു, ഈ മനുഷ്യൻ നല്ലവനാണ്. ഉള്ളിലെന്തോ വേദനയുണ്ട്. പക്ഷെ തനിക്ക് എന്തു ചെയ്യാൻ പറ്റും? രാത്രി മുഴുവൻ അവൾ ഉറങ്ങിയില്ല. ഓരോന്നും ആലോചിച്ച് അങ്ങനെ കിടന്നു. അവൾ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു വന്ന് അവൻ വാങ്ങിക്കൊടുത്തതൊക്കെ നോക്കി. അതിൽ നിന്നും ഒരു സാരി എടുത്തു. നിറഞ്ഞ കണ്ണുകളോട് അതിലേക്ക് നോക്കി. പിന്നെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സാരി ഉടുത്തു. കണ്ണാടിയിലൂടെ കാണുന്ന തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി. കണ്ണാടിയിൽ നോക്കി അവൾ സ്വയം ചോദിച്ചു, ഇത് ഞാൻ തന്നെയാണോ? പാർവണ നായർ എന്ന പെൺകുട്ടി, ഇപ്പോൾ മിസ്സിസ് പാർത്ഥിപൻ. കണ്ണാടിക്ക് മുന്നിലിരിക്കുന്ന സിന്ദൂരച്ചെപ്പ് കണ്ടതും തലേന്നത്തെ സംഭവം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അവൾ വേഗം അതിൽ നിന്നും അല്പം തൊട്ടെടുത്തു, നെറുകയിൽ ചാർത്തി. അല്പസമയം കണ്ണാടിയിൽ നോക്കി നിന്നിട്ട് താഴേക്കിറങ്ങി നടന്നു. അടുക്കളയിൽ മഹേശ്വരി അമ്മയുണ്ട്. അവർ തിരക്കിട്ട ജോലിയിലാണ്. അവിടേക്ക് വന്ന പാർവണയെ കണ്ട് അവർ ചിരിച്ചു. മോളെ വാ, കാപ്പി കുടിക്കാം. പാർവണ അടുത്തു ചെന്ന് നിന്നു. അമ്മേ, ഞാൻ സഹായിക്കാം, പേടിയോടെ അവൾ പറഞ്ഞു. മഹേശ്വരി അമ്മ അവളുടെ കൈ പിടിച്ചു. വേണ്ട മോളെ, നീ വന്നല്ലേയുള്ളൂ. ഇപ്പം നീ ഇരിക്കെ, ഇത്തിരി ചായ കുടിക്ക്. അപ്പോൾ പാർത്ഥൻ താഴേക്കിറങ്ങി വന്നു. അവൻ പാർവണയെ നോക്കി. സാരി ഉടുത്തിരിക്കുന്നത് കണ്ട് അവൻ്റെ ഉള്ളിൽ ഒരു സമാധാനം തോന്നി. നെറുകയിലെ സിന്ദൂരം കണ്ടതും അവൻ ഓർത്തു, നന്നായി. പാർത്ഥിപനെ കണ്ടതും പാർവണ തല കുനിച്ചു പിടിച്ചു. ദേവു അവിടേക്ക് ഓടി വന്നു. സച്ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഏടത്തിയമ്മേ, ഗുഡ് മോർണിംഗ്. പാർത്ഥൻ അവളെ നോക്കി. ഗുഡ് മോർണിംഗ് ദേവു. പാർവണ പതിഞ്ഞ സ്വരത്തിൽ വിഷ് ചെയ്തു. എല്ലാവരും ഡൈനിങ് ടേബിളിലിരുന്നു. ദേവൻ അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ആര്യ ആശങ്കയോടെയും. പാർത്ഥൻ പാർവണയുടെ പ്ലേറ്റിൽ ഇഡലി എടുത്തു വെച്ചു. കഴിക്ക്. പാർവണ അവനെ നോക്കി. നന്ദി പാർത്ഥൻ എന്ന് മെല്ലെ പറഞ്ഞു. പാർത്ഥൻ മുഖം തിരിച്ചു. നന്ദി വേണ്ട, അവനും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അതിലേക്ക് ചട്നിയും സാമ്പാറും ഒഴിച്ചു കൊടുത്തു. അവൻ ആരെയും ശ്രദ്ധിക്കാതെ കഴിക്കാൻ തുടങ്ങി. കഴിക്ക്, അവളോടായി പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് പാർത്ഥൻ എണീറ്റു. പാർവണ, ഞാൻ ഓഫീസിലേക്ക് പോകുന്നു. നീ വീട്ടിൽ തന്നെ ഇരിക്കെ, എവിടെയും പോകരുത്. എവിടെയും. ഇവർ എന്ത് ചോദിച്ചാലും ഒന്നും പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? പാർവണ തലയാട്ടി. ശരി പാർത്ഥൻ. അവൻ പോകുമ്പോൾ തിരിഞ്ഞു നോക്കി. നിന്റെ ഫോൺ നമ്പർ എനിക്ക് തരൂ. പാർവണ നമ്പർ പറഞ്ഞു. പാർത്ഥൻ നമ്പർ സേവ് ചെയ്തു. പിന്നെ മെല്ലെ നടന്നുപോയി. ദേവു പാർവണയുടെ അടുത്തേക്ക് വന്നു. ഏടത്തിയമ്മേ, വാ, നമുക്ക് എന്തേലുമൊക്കെ സംസാരിക്കാം. സച്ചേട്ടനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ദേവു, അവളെ ശല്യം ചെയ്യണ്ട. അവളിവിടെ പുതിയതല്ലേ, ഒക്കെയൊന്ന് പഠിച്ചു വരട്ടെ. ദേവു ചിരിച്ചു. അപ്പച്ചി, ഞാൻ ശല്യം ചെയ്യുന്നില്ലല്ലോ, സ്നേഹിക്കല്ലേ. എനിക്ക് ഈ പൂച്ചക്കുട്ടിയെ ഒത്തിരി ഇഷ്ടമായി. ദേവു അവളുടെ കവളിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു. ആദ്യം ഇത്തിരി കുശുമ്പൊക്കെ തോന്നിയേട്ടോ, എന്ത് രസാ കാണാൻ. പാർവണ ചിരിച്ചു. അവൾക്ക് ദേവുവിനെ ഇഷ്ടമായി, പക്ഷേ ഉള്ളിൽ പേടിയുണ്ട്. അന്നത്തെ പകൽ മുഴുവൻ പാർവണ വെറുതെ വീട്ടിലിരുന്നു. സ്നേഹം കൊണ്ടെന്ന വ്യാജേന അവിടുള്ള ഒന്നിലും അവളെ കൊണ്ട് തൊടിയിക്കാൻ പോലും മഹേശ്വരിയമ്മ സമ്മതിച്ചില്ല. അവർ അവൾക്ക് ചുറ്റും മറ്റാർക്കും കഴിയാത്ത ചങ്ങല തീർത്തു. ദേവുവിൻ്റെ കലപില അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾക്കപ്പോൾ പവിയെ ഓർമ്മ വന്നു. ദേവു, നീ ഇതെന്ത് ഭാവിച്ചാ? ഇവൾ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ അധികം കൂട്ടൊന്നും വേണ്ട. ദേവൻ മുറുമുറുത്തു. അച്ഛാ, അതെന്നെ പോലൊരു പെൺകുട്ടിയാ, അല്ലാതെ തീവ്രവാദിയൊന്നുമല്ല.
ദേവു, ഒന്ന് പോ അമ്മേ, വെറുതെ. അതിനെ കണ്ടാലേ അറിയാം, അതൊരു പാവ. അവരുടെ സംസാരം അവളെ വേദനിപ്പിച്ചു. അവൾ മെല്ലെ റൂമിലേക്ക് കയറി. രാത്രിയിൽ പാർത്ഥൻ ഓഫീസിൽ നിന്നും വന്നു. അതറിഞ്ഞ പാർവണ താഴേക്കിറങ്ങി. അവൻ അവളെ ഒന്ന് നോക്കി. പാർത്ഥൻ അവളോടൊന്നും പറഞ്ഞില്ല. അവൻ നേരെ മുകളിലേക്ക് പോയി. പാർവണയും പിന്നാലെ പോയി. അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. കട്ടിലിരുന്നു. കഴുത്തിൽ കിടക്കുന്ന താലി തൊട്ടു. ഇനിയും എത്ര നാൾ അറിയില്ല. പാർവണ കണ്ണടച്ചു. ഹൃദയം പറയുന്നു, 1 വർഷം, 365 ദിവസം ഈ ഒറ്റപ്പെടൽ ഞാൻ സഹിക്കും. പക്ഷേ ഈ മനുഷ്യനെ ഒന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ഈ തീരുമാനത്തിൻ്റെ പിന്നിലെ വേദന അറിയാൻ. അവൾ ആലോചിച്ചു കിടന്നു. എപ്പോഴോ ഉറങ്ങി. പാർത്ഥൻ ജനലിൽ ചാരി നിന്നു. പാർവണയുടെ മുറിയിലേക്ക് നോക്കി അവൻ മന്ത്രിച്ചു. നീ ഒരു പാവമാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല പാർവണ. ആരും നിന്നെ വേദനിപ്പിക്കാൻ അനുവദിക്കേയില്ല. അവൻ്റെ ആ തീരുമാനം ഉറച്ചതായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പാർവണയുടെ മുറിയുടെ മുന്നിൽ ചൂട് പാലിൻ്റെ ഗ്ലാസ്. പാർത്ഥൻ വെച്ചതാണ്. അവൾ കണ്ണു നിറച്ചു. ഇന്നലെ താൻ രാവിലെ അല്ലാതെ ഒന്നും കഴിച്ചില്ലെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണിപ്പോൾ ഇവിടെ. അവൾ കണ്ണീരോടെ ഓർത്തു നിന്നു. അവൾ ചുറ്റും നോക്കി. പേടിച്ച് താഴേക്കിറങ്ങി. ദേവന്റെ മുഖം കാണുമ്പോഴേ അവൾക്ക് ഭയമാണ്. പിന്നെ ചിരിയുടെ പിന്നിൽ മറ്റൊരു മുഖം ഒളിപ്പിച്ച് നടക്കുന്ന മഹേശ്വരി അമ്മയെയും. ഹായ്, മോർണിംഗ് ഏട്ടത്തി. അമ്പോ! ദേവു അവളെ കുശുമ്പോടെ നോക്കി. എന്ത് രസമായി ഈ സാരിയിൽ കാണാൻ. ലൈറ്റ് പിങ്ക് സിമ്പിൾ സാരിയായിരുന്നു അവളുടെ വേഷം. ഒരു മേക്കപ്പും ഇല്ലാതെ നെറുകയിൽ സിന്ദൂരത്തിൻ്റെ ചുവപ്പ് മാത്രം. സച്ചിയേട്ടൻ ഏട്ടത്തിയമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ പാലുമായി വരുന്നത് ഞാൻ കണ്ടിരുന്നു. പാർവണ അവളെ അമ്പരന്ന് നോക്കി. നോക്കണ്ട, ഞാനും അമ്മയും കണ്ടിരുന്നു. സച്ചിയേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എപ്പോഴും ദേഷ്യം, ആരോടും ഒന്നും മിണ്ടില്ല. ഇപ്പോഴും അധികം മിണ്ടാറില്ല. എങ്കിലും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. പാർത്ഥൻ അപ്പോൾ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കണ്ടു. പാർവണയെ ഒന്ന് നോക്കി. കാപ്പി കുടിച്ചോ? അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ആദ്യം അമ്പരന്നു. പിന്നെ പാർവണ തലയാട്ടി. പാർത്ഥൻ ചെറുതായി ചിരിച്ചു. പാർവണ അത് കണ്ടു. ഹൃദയം ഒന്ന് തുള്ളിയോ? ഈ ചിരി ഈ മനുഷ്യൻ്റെ മുഖത്ത് ആദ്യമായി കാണുന്നതാണ് അവൾ ഓർത്തു. പാർത്ഥൻ പോകാൻ നേരത്തെ ചോദിച്ചു, പാർവണ, നീ എൻ്റെ കൂടെ ഓഫീസിൽ വരുന്നുണ്ടോ? പാർവണ ഞെട്ടി. ഞാൻ അവൾ വിറച്ചു. നീ എൻ്റെ ഭാര്യയാണെന്ന് എല്ലാവരും അറിയണം. അതിപ്പോൾ ഇവിടെയും നാട്ടിലും ഓഫീസിലും. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. പാർവണ പേടിച്ച് തലയാട്ടിപ്പോയി. ശരി പാർത്ഥൻ, ഞാൻ വരാം. എങ്കിൽ വേഗം പോയി റെഡിയായിട്ട് വരൂ. സാരി വേണ്ട, ന്യൂ മോഡൽ ഗൗൺ ഉണ്ടെങ്കിൽ അതിട്ട് വരൂ. ലൈറ്റ് കളറാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ളത് ഏതെങ്കിലും ഇട്ടിട്ട് വരൂ. പിന്നെ പൊട്ടു തൊടണം, കണ്ണുകൾ എഴുതണം. മേക്കപ്പ് ഇല്ലാതെയും നീ സുന്ദരി തന്നെയാ. പക്ഷെ ഇതൊന്നും ഓവറല്ലല്ലോ. പാർത്ഥൻ്റെ പെണ്ണിന് ആരും ഒരു കുറവും പറയരുത്. അവൻ്റെ പറച്ചിൽ കേട്ട് ദേവു കൊച്ചിൻ്റെ കിളികൾ മുഴുവൻ പറന്നു. ഏകദേശം പാർവണയ്ക്കും അതേ അവസ്ഥ തന്നെയാണ്. അവൾ അറിയാതെ തലയാട്ടി. മേലേക്ക് സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട 2 പേർ മുഖത്തോട് മുഖം നോക്കി. എന്നാ മൂന്നാമത്തെ ആളുടെ കൈമുഷ്ടി ചുരുണ്ടു. അതിലവളെ വച്ച് ചതയ്ക്കാൻ വെറി പൂണ്ടു. സ്റ്റെയർ ഇറങ്ങി വരുന്ന പാർവണയെ കണ്ട് ഒരു നിമിഷം അവൻ മിഴിച്ചു. ലൈറ്റ് ബ്ലൂവിൽ ഫുൾ സ്ലീവ് വെച്ച സിമ്പിൾ എന്ന മനോഹരമായ ഗൗൺ ധരിച്ചുകൊണ്ട് അവൾ മെല്ലെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നു. മുഖത്തേക്ക് 2 സൈഡിലുമായി മുടി വീണ് കിടപ്പുണ്ട്. നെറ്റിയിൽ കുഞ്ഞു പൊട്ട്, കണ്ണുകൾ നീട്ടി എഴുതിയിട്ടുണ്ട്. ചായം പൂശാതെ തന്നെ ചുവന്ന് തുടുത്ത ചുണ്ടുകൾ. അവളുടെ വെള്ളക്കൽ മുക്കുത്തി തിളങ്ങുന്നു. അതവളുടെ സൗന്ദര്യം ഒന്നുകൂടി ഇരട്ടിപ്പിച്ചു. അവൾ മുഖമുയർത്തിയതും അവൻ പെട്ടെന്ന് മിഴികൾ താഴ്ത്തി. പക്ഷെ അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവളുടെ കണ്ണുകൾ അവനെ ഒഴിഞ്ഞു. വെള്ള ബനിയനും മുകളിൽ ഓപ്പൺ ബ്ലൂ ഷർട്ടും വെള്ള ജീൻസും, ട്രിം ചെയ്ത താടിയും മീശയും, പാലപ്പത്തിൻ്റെ നിറവും ചുണ്ടിന് സ്ട്രോബെറി ചുവപ്പും, കുഞ്ഞു കണ്ണുകൾ. അതിപ്പോൾ കയ്യിലെ ന്യൂസ് പേപ്പറിൽ ഇടം വലം ചലിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ മനസ്സ് ആ ന്യൂസിലല്ലാത്തതുപോലെ. അവൾ പതിയെ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഐ ആം റെഡി സർ. അവൻ പിടച്ചിലോടെ മുഖമുയർത്തി. ഞാൻ പറഞ്ഞു സർ വിളി വേണ്ടാന്ന്. പിന്നെ എനിക്ക് പാർത്ഥിപൻ എന്ന് വിളിക്കാൻ
എന്തോ പോലെ. ശരി, എന്നാ നിനക്കിഷ്ടമുള്ളത് വിളിക്കാം. പക്ഷേ സർ അത് വേണ്ട. എന്നാ ഞാൻ കണ്ണാന്ന് വിളിച്ചോട്ടെ? അവനൊന്ന് ഞെട്ടി, എന്നാലും മൂളി. ആ, അങ്ങനെ വിളിച്ചോ. അവൻ വാതിലിലേക്ക് നടന്നു കഴിഞ്ഞു. അവളും വേഗം അവൻ്റെ പിന്നാലെ തല കുനിച്ച് നടന്നു. അവൻ കാറിൽ കയറി. അവൾ ബാക്കിൽ കയറാൻ തുനിഞ്ഞു. അതേ, ഫ്രണ്ടിൽ, എൻ്റെ ഒപ്പം. അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. പറഞ്ഞത് കേട്ടില്ലേ? മുന്നിൽ കയറാൻ. അവൾ തലയാട്ടിക്കൊണ്ട് മുന്നിൽ കയറി. പാർത്ഥൻ ഡ്രൈവ് ചെയ്യുന്നു. പാർവണ സൈഡിലിരിക്കുന്നു. കാറിൽ സൈലൻസ് നിറഞ്ഞു നിന്നു. ഒന്നിനും പേടി വേണ്ട കേട്ടോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. അറിയാതെ അവൻ്റെ നാവിൽ നിന്നും വീണു. പാർവത ഞെട്ടലോട് അവനെ നോക്കി. പാർത്ഥൻ അവളെ നോക്കി മന്ദഹസിച്ചു. പിന്നെ കണ്ണുകൾ അടച്ചു കാണിച്ചു. അവൾക്ക് എന്തോ ഒരാശ്വാസം. അവർ ഓഫീസിലെത്തി. കാർ പാർക്ക് ചെയ്തിറങ്ങിയതും സ്റ്റാഫ് വെൽക്കം ചെയ്യാൻ ഇറങ്ങി വന്നു. എല്ലാവരും അവളെ നോക്കി. MDയുടെ ഭാര്യ സുന്ദരിയാണ്, പാവമാണ്. എന്നാൽ കൂട്ടത്തിൽ ഒരുവളുടെ മുഖത്ത് പുച്ഛമായിരുന്നു. ആ നിമിഷം അവളുടെ കയ്യിലെ ഫോണിലെ വീഡിയോ ഓണായി.